ഹലോ, എൻ്റെ പേര് നസിയ ഹമീദ് കുന്നുമ്മൽ. അപ്പം ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് മാനസികാരോഗ്യത്തിന്റെ അണ്ടർസ്റ്റാൻഡിങ്, അത് ഹെൽപ്പ് എപ്പോൾ നമ്മൾ സ്വീകരിക്കണം, അല്ലെങ്കിൽ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, എത്രത്തോളം പ്രാധാന്യം നിറഞ്ഞ ഒരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കി തരാനും സ്വന്തത്തിനെ ഓർമ്മപ്പെടുത്താനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. കാരണം നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം കാത്ത് നമ്മൾ ഇല്ലേ, ശരീരത്തിനെ കുറിച്ച് നമ്മൾ എല്ലാവരും worried ആണ്. എപ്പോഴും അതിനെക്കുറിച്ച് ഇല്ലേ, ചെറിയൊരു പ്രോബ്ലം വന്നാൽ നമ്മൾ അപ്പോൾ ഡോക്ടറെ അടുത്ത് പോകും, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും പിടിച്ച് ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും, അല്ലേ? അപ്പൊ അതുപോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ശരീരത്തിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നത് പോലെ തന്നെ മനസ്സിന്റെ ആരോഗ്യം. മെന്റൽ ഹെൽത്ത് ഇല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് കൊണ്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്നും അതിന് നിങ്ങൾ എന്ത് മീൻസ് എങ്ങനെ അതിനെ സമീപിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോയിൽ നമ്മളിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ സ്ട്രെസ്, ആങ്സൈറ്റിയിലെ ഉത്കണ്ഠ, സ്ട്രെസ് എന്നൊക്കെ പറയുമ്പം നമുക്കറിയാം അതൊക്കെ ഇപ്പൊ വളരെ നോർമലൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും എവിടെ കേട്ട് കഴിഞ്ഞാൽ ചെറിയ കുട്ടിയോട് ചോദിച്ചാലും ഞാൻ ഡിപ്രസ്ഡ് ആണ്, ഞാൻ സ്ട്രെസ്ഡ് ആണ്, എനിക്ക് ആ സ്ട്രെസ് ആണ്, ഈ സ്ട്രെസ് ആണ്, ഇത് മാത്രമേ കേൾക്കൂ. പക്ഷെ ഇതെല്ലാം എത്രത്തോളം ഹെവി വേർഡ് ആണ് എന്നുള്ളത് ഇവർക്ക് അറിയുന്നില്ല. ഇവർക്ക് ചെറിയ സങ്കടം വരുമ്പോഴും ഞാൻ ഡിപ്രസ്ഡ് ആണെന്ന് പറയും. ഡിപ്രഷനും ചെറിയ സങ്കടവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ശരിക്കുള്ള പ്രോപ്പർ നോളജ് മാത്രമേ ഇതിന് സൊല്യൂഷന്റെ ഇമ്പോർട്ടൻസും. അപ്പൊ നിങ്ങൾക്കൊരു നല്ലൊരു മെന്റൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ബ്ലെസ്സിങ്. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം, റാദർ ദാൻ എനിത്തിങ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കും. ഇതിനെ വളരെ നിസ്സാരമായിട്ട് കണക്കാക്കും. അതായത് ചെറിയ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ ഓഫ് കോഴ്സ് ചെറുത് തന്നെയാണ്, പക്ഷെ അതൊരു ചെറിയ ഉത്കണ്ഠ ഡെവലപ്പ് ചെയ്ത് അതൊരു ആങ്സൈറ്റി ഡിസോർഡറിലോട്ട് പോകുന്ന അവസ്ഥകൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിന് വെയിറ്റ് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ചെറുതിനെ ചെറുതായിട്ട് അഡ്രസ്സ് ചെയ്യുക. അതിന് കൊടുക്കേണ്ട ഒരു മാർഗനിർദ്ദേശവും ഹെൽപ്പും തേടിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അതിനെ ഹെൽപ്പ് കൊടുത്തുകൊണ്ട് അതിനെ അവഗണിക്കേണ്ട, ഇഗ്നോർ ചെയ്യേണ്ട ആവശ്യമില്ല. സാരമാക്കി തള്ളിക്കളയുന്ന പലതുമാണ് പിന്നെ വലിയ കാര്യമായിട്ട് പിന്നീട് തിരിച്ചു വരുന്നത്. ലൈഫിലായാലും ഫാമിലിയിലായാലും നമുക്കറിയാം, നമ്മുടെ മക്കള്, അല്ലെങ്കിൽ നമ്മുടെ സ്പൗസ്, നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സ്, നമ്മുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. ചെറിയ പ്രശ്നങ്ങൾ, ആ ചെറിയ പ്രശ്നമല്ലേ, അത് അവർ മെയിൻറ്റെയിൻ ചെയ്തോളും. അവരോടൊന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ അവിടെ കൂടെ ഇരുന്നിട്ട് ഒന്ന് കൺസോൾ ചെയ്തുകൊണ്ട് അവരെ, അതിനൊക്കെയാണല്ലോ ബന്ധങ്ങൾ. അപ്പൊ നമ്മള് ഓക്കെ, എനിക്ക് എന്റെ കാര്യം ഇല്ലേ, ഇന്നത്തെ ഏറ്റവും വലിയൊരു ഇതാണ് സെൽഫ് ടൈം ഇല്ലേ, ഒക്കെ ഞാനും എന്റെ ലോകവും എന്ന് പറഞ്ഞതിലോട്ട് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ വീടുകളിൽ നിന്ന് എല്ലാവരും ന്യൂക്ലിയർ ഫാമിലിയിലോട്ട് മാറി മാറി ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഈ മെന്റൽ ഹെൽത്തിനെ ഇൻക്രീസ് ചെയ്യാൻ കാരണമായിട്ടുണ്ട്. കുട്ടികൾക്ക് ആരും ട്രസ്റ്റ് ഇല്ലാണ്ടാവുക, അവർക്ക് പരിചയമില്ലാത്ത ആൾക്കാരുമായിട്ട് അവര് പല കാര്യങ്ങളും ഷെയർ ചെയ്യുക, അതിൽ അവര് ട്രാപ്ഡ് ആയി വരിക. ഈവൻ വലിയവര് പോലും അല്ലേ, വഴിവിട്ട ബന്ധങ്ങളൊക്കെ വരുന്നത് വീട്ടിൽ സംസാരിക്കാനും അവരെ അക്നോളജ് ചെയ്യാനും ആൾക്കാരില്ലാതെ ആകുമ്പോഴാണ് അത് പുറമെ തേടി പോകുന്നത്. അപ്പൊ നമ്മൾ വീട്ടിൽ അതിനൊരു സ്പേസ് കാണണം എന്നുള്ള. അപ്പം ഇത്ര നിസാരമായിട്ട് കണക്കാക്കുന്ന ഉത്കണ്ഠകളും അതുപോലെ തന്നെ നമ്മുടെ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ഒഴിവാക്കാൻ അല്ലേ, അതിനെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ അതിനെ സോൾവ് ചെയ്യാൻ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചെറിയൊരു കാര്യത്തിനെ കുന്നോളാക്കി മാറ്റി പിന്നെ അത് ഔട്ട്ബേഴ്സ്റ്റ് ആയി, ആങ്കർ ഔട്ട്ബേഴ്സ്റ്റ് ആയി, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിട്ട്, മക്കളിലെ ട്രോമാസ് ആയിട്ടൊക്കെ മാറുന്നത് നമ്മൾ ദിനം പ്രതി കാണുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത്തരം വലിയ വലിയ ബിസി സ്കെഡ്യൂൾസ് ഒക്കെ കഴിഞ്ഞു പോകുന്ന വീട്ടിൽ വരുന്നവര് അല്ലെ, നമ്മള് അലട്ടുന്ന പ്രശ്നങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെ അലട്ടുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ, ഫോർ എക്സാമ്പിൾ എന്റെ കേസിൽ ഞാൻ എനിക്കായിട്ടൊരു മീ ടൈം കണ്ടെത്തണം. അത് എനിക്ക് മാത്രമായിട്ടുള്ള ഒരു കുറച്ച് സമയം അല്ലേ, നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒക്കെ, പക്ഷെ എനിക്കായിട്ട് ഞാൻ കുറച്ച് സമയം എന്തിനു വേണ്ടിയിട്ട്, റിഫ്ലക്ഷന് വേണ്ടിയിട്ട്. ലൈക്ക് എന്താണ് എൻ്റെ ആങ്സൈറ്റി, എനിക്ക് എന്താണ് സ്ട്രെസ് ഉള്ളത്, എന്താണ് എന്നുള്ളത് ചിലവർക്ക് എന്താന്ന് പോലും അറിയില്ല, ബട്ട് ദേ ആർ ഫുള്ളി സ്ട്രെസ്ഡ്. അപ്പം ആ സ്ട്രെസ് എന്താന്ന് മനസ്സിലാക്കാൻ അതിനു വേണ്ടി കുറച്ച് സമയം നമ്മുടെ എത്ര ബിസി സ്കെഡ്യൂളിലായാലും
നമ്മൾ കണ്ടെത്തണം. അതിന് മൊബൈൽ ഓഫ് ചെയ്യണമെങ്കിൽ മൊബൈൽ ഓഫ് ചെയ്യാം, പ്ലെയിൻ മോഡിൽ ഇടണോ, വൈഫൈ ഓഫ് ചെയ്തിട്ട് ആരും മക്കളെ അവോയ്ഡ് ചെയ്തിരിക്കണം എന്നല്ല പറയുന്നത്. അവരൊന്നും ഇല്ലാത്ത സമയത്തോ അല്ലെങ്കിൽ രാത്രിയുടെ ഒരു കുറച്ച് സമയം എടുത്തിട്ടോ എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങൾക്കായിട്ട് കുറച്ച് സമയം, അല്ലെങ്കിൽ ഏർലി മോർണിംഗിൽ നിങ്ങൾക്കായിട്ട് കുറച്ച് സമയം കണ്ടെത്തി നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക. നിങ്ങളെപ്പറ്റി തന്നെ നിങ്ങൾ അലട്ടുന്ന പ്രശ്നങ്ങൾ എന്താണ്, മറ്റു കാര്യങ്ങൾ എന്താണെന്ന് ഒന്നിരുന്ന് ചിന്തിക്കുക. ശരിക്കും എന്താണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത് എന്ന് വിലയിരുത്തുക. എഴുതാൻ പറ്റുന്നവരാണെങ്കിൽ എഴുതി വെക്കുക. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഒരു മൈൻഡ്ഫുൾ ആയിട്ട് ജീവിക്കുക, ലൈഫിനെ സെൻസ് ചെയ്തുകൊണ്ട് ജീവിക്കുക. എന്തൊക്കെയോ സ്കെഡ്യൂൾസ് മോർണിംഗിൽ നടക്കുന്നത്, റൂട്ടീനായിട്ട് എന്തൊക്കെയോ നടക്കുന്നത്, എനിക്കതൊന്നും സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സ്വയം മനസ്സിലാക്കി സെൻസിബിൾ ആയിട്ട് ജീവിക്കുക. അതായത് മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ ആ മൊമെന്റിൽ ഇരുന്നു കൊണ്ട് നമ്മൾ കാര്യങ്ങളെ ഡെയിലി ഒന്ന് അനലൈസ് ചെയ്യാൻ കുറച്ച് ഒരു മീ ടൈം എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. കാരണം എല്ലാ സ്ത്രീകളും പറയും ഞാൻ തിരക്കിലാണ്, എനിക്ക് അതിന് നേരമില്ല, എനിക്ക് ഇതിന് നേരമില്ല. നേരം എല്ലാവർക്കും 24 hours മാത്രമേ ഉള്ളൂ എല്ലാവർക്കും കിട്ടുക. അതിനെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, എന്തൊക്കെയാണ് നമ്മുടെ പ്രയോറിറ്റീസ്. നമ്മളെ നശിച്ചിട്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മളെ തന്നെ ഒന്ന് നമ്മള് ഇൻസൈഡ് ഔട്ട് എന്ന് പറയില്ലേ, നമ്മുടെ ഉള്ളിൽ എന്താണ് അത് പുറത്തോട്ട് വരും ഇല്ലേ. ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്തോട്ട് വരും, അത് ട്രോമയായിട്ട് മാറും. കുട്ടികളിലാണെങ്കിൽ നിങ്ങളെ കുട്ടികളിലോട്ട് നിങ്ങൾ ഷൗട്ട് ചെയ്യും, പ്രശ്നങ്ങളൊക്കെ വരും. മാനേജ് ചെയ്ത് നല്ല ഒരു രീതിയിൽ കൊണ്ടുപോവാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പൊ അതിനെ വിലയിരുത്താൻ കുറച്ച് സമയം കണ്ടെത്തുക. പിന്നെ മറ്റെന്തിനേക്കാട്ടിലും ഉപരിയായിട്ട് നമ്മൾ എന്താ ഇപ്പൊ കാണുന്ന ഒരു പ്രശ്നം ലോകമെമ്പാടും, നമ്മൾ കരുതി കേരളത്തിൽ മാത്രമായിരിക്കും ഇങ്ങനത്തെ പ്രോബ്ലംസ് എന്ന് കരുതി. പക്ഷെ നമ്മൾ വെസ്റ്റിലെ ക്ലയൻസിനെ ഡീൽ ചെയ്യുമ്പം അവരാണ് കൂടുതൽ ഈ പ്രശ്നങ്ങൾ. കാരണം അവിടെ ഒരു ഫാമിലി സിസ്റ്റം വളരെ റെയർ ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കും. നമുക്ക് ചിലപ്പോൾ ഒന്നിനും സൊല്യൂഷൻ പറക്കാൻ അവർക്ക് ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവില്ല, അവർ ഇൻഡിപെൻഡന്റ് ആയിരിക്കും, ഒരു വീടിന്റെ ഉള്ളിൽ തന്നെ അവർ ഒറ്റയ്ക്കായിരിക്കും. അപ്പൊ ഇത്തരം ഒറ്റപ്പെടലുകളും, അപ്പൊ അവർക്കൊക്കെ ഇങ്ങനത്തെ കൗൺസിലിംഗ് സെന്റേഴ്സിൽ പോവുക, അവരുടെ കാര്യങ്ങളെയൊക്കെ നമ്മൾ ലഘൂകരിച്ചു കൊടുക്കുക. പലർക്കും പോയി കൗൺസിലിംഗ് ചെയ്യാനുള്ള നിവൃത്തി ഇല്ല, മീൻസ് ട്രാൻസ്പോർട്ടേഷന് ടാക്സിക്ക് കൊടുക്കാൻ കാറില്ല, ഡ്രൈവ് ചെയ്യാൻ അറിയില്ല. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇന്ന് സൊല്യൂഷൻ ഉണ്ട്, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഹെൽപ്പ് കിട്ടും. അപ്പം ഹെൽപ്പ് വേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ഇല്ലേ. പക്ഷെ ഈ ഹെൽപ്പ് നേടുന്നത് തലയ്ക്ക് ഓളം ഇല്ലാത്ത ആൾക്ക് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പണ്ടൊക്കെ തമാശക്ക് പറയുന്നു പൂങ്കളയിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യണം എന്നൊക്കെ. അങ്ങനത്തെ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും ഒരു കൗൺസിലിംഗ്, ചെറിയൊരു കൗൺസിലിംഗ് എടുത്തു കഴിഞ്ഞാൽ അവര് അതിന് വട്ടാണ്, ആ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റിഗ്മ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കമ്പാരിറ്റീവ്ലി കുറവാണ്, കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട്. പക്ഷെ എന്നിരുന്നാലും നിലനിൽക്കുന്ന കാര്യമാണത്. പക്ഷെ അതിനെ കുറിച്ചൊന്നും നിങ്ങൾ വറീഡ് ആവണ്ട എന്നാണ് ഞാൻ പൊതുവെ പറയാം. കാരണം നിങ്ങൾ നിങ്ങളെ നോക്കുക, കാത്തു സൂക്ഷിക്കുക. നിങ്ങൾക്കൊരു സഹായം വേണമെങ്കിൽ അതെനിക്ക് സഹായം വേണം. ഇനി നിങ്ങളുടെ ചുറ്റുപാടുമുള്ള കുടുംബക്കാർ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഡൗൺ മോഡ്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ലോ മൂഡ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ ഇരിക്കുക, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങളുടെ കുടുംബക്കാർ എന്തുകൊണ്ടോ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുക. ഐ നീഡ് ഹെൽപ്പ് എന്ന് പറയുക. അതിനെ കൊണ്ട് ഒരു പ്രശ്നമില്ല, നമ്മളൊക്കെ മനുഷ്യരാണ്, നമുക്ക് ഹെൽപ്പ് വേണ്ടി വരും. ഈ ലോകത്തോട്ട് വരാനും നമുക്ക് ഹെൽപ്പ് വേണം, ഈ ലോകത്ത് പോവാനും നമുക്ക് ഹെൽപ്പ് വേണം ഇല്ലേ. ഹെൽപ്പ് വേണം എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഹെൽപ്പ് ആവശ്യപ്പെടുന്നില്ലെങ്കിൽ അതായിരിക്കും തെറ്റ്. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കുക. ഹെൽപ്പ് ചോദിക്കുന്നത് ഒരു തെറ്റല്ല, അത് നിങ്ങളുടെ റൈറ്റ് ആണ്, അത് മനസ്സിലാക്കുക, നിങ്ങളുടെ അവകാശമാണത്. ഓക്കെ, ഇഫ് സമ്മൺ ഇസ് നോട്ട് അണ്ടർസ്റ്റാൻഡിങ് യുവർ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്, ദെൻ അത് അവരുടെ ഫോൾട്ടാണ്, നിങ്ങളുടെ ഫോൾട്ട് അല്ല. അവരുടെ അറിവില്ലായ്മയാണ്. അപ്പൊ അവരുടെ അറിവില്ലായ്മയ്ക്ക് നിങ്ങൾ വില കൊടുക്കേണ്ട ആവശ്യമില്ല. സോ യു നീഡ് ടു സ്റ്റാൻഡ് ഫോർ യുവർ സെൽഫ് ആൻഡ് ആസ്ക് ഫോർ ഹെൽപ്പ് എന്നുള്ളതാണ് ഒരു കാര്യം പറയാനുള്ളത്. സ്ഥിരമായിട്ട് അനുഭവിക്കുന്നവരുണ്ട്, സ്ഥിരമായിട്ട് ഓൺ ഡെയിലി ബേസിസ്, ബിക്കോസ് ഓഫ് ഫാമിലി സിറ്റുവേഷൻ, വർക്ക് സിറ്റുവേഷൻ, ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അല്ലെ, ഒരുപാട് മേഖലകളിൽ ഇത് ഡെയിലി ബേസിസിൽ അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ വി ആർ ജസ്റ്റ് പാർട്ട് ഓഫ് ഒരു ഹ്യൂമൻ സൊസൈറ്റി. ഇത് ഒരാൾ മാത്രമാണ്. അപ്പൊ ദിസ് ഇസ് വെരി നോർമൽ. ചിലർ അത് പുറത്ത് പറയും, ചിലർ പറയില്ല, ഉള്ളിൽ സ്ട്രഗിൾ ചെയ്ത് അങ്ങ് തീരും. അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ആരും 100% ഹാപ്പി ഹ്യൂമൻ ബീങ്സ് അല്ല, അങ്ങനെയൊന്നും ഇല്ല. പെർഫെക്ഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം എന്നുള്ളത് നിങ്ങളുടെ ലൈഫിനെ മെന്റൽ ബ്ലോക്സോ
മെന്റൽ ഹെൽത്തിന് വരും, ബാധിക്കുമ്പോൾ നമുക്ക് മെന്റൽ ബ്ലോക്സ് വരും. നമ്മൾ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നമുക്ക് പഠിക്കാൻ കഴിയില്ല. നമ്മൾ എന്തെങ്കിലും പ്രൊഫഷൻ ചെയ്യുന്നതാണെങ്കിൽ അത് എഫക്റ്റീവായിട്ട് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ മെന്റൽ ബ്ലോക്സ് വരും. അത് ഡെവലപ്പ് ചെയ്ത് വേറെ വലിയ പ്രോബ്ലങ്ങളിലോട്ടോ ഡിസോർഡേഴ്സിലോട്ടും പ്രോബ്ലംസിലോട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ അതിൽ നിന്ന് പുറത്ത് കിടക്കാം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളിൽ നമുക്ക് കിട്ടിയിരിക്കണം. അതിന്റെ അഭാവത്തിൽ അത് വളരെ വലിയ പ്രോബ്ലമായിട്ട് മാറുകയും അതിന് വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള ഒരു സ്റ്റേജിലോട്ട് അത് നമ്മളെ മാറ്റുകയും ചെയ്യും. അത് പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട മക്കളുടെ കാര്യത്തില്, സ്പൗസിന്റെ കാര്യത്തില്, നിങ്ങളുടെ ഹസ്ബൻഡ്, നിങ്ങളുടെ വൈഫ്, വെദർ ദേ ആർ ഹാപ്പി, അവരുമായിട്ട് ഇരുന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പം ഇതിനൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾക്ക് ചെയ്യാനുള്ള എന്താ വെച്ചാൽ ആശയവിനിമയം. ദാറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. കമ്മ്യൂണിക്കേഷൻ. അപ്പം അമിതമായിട്ട് നിങ്ങൾക്ക് സ്ട്രെസ് സഹിക്കാൻ പറ്റാത്ത അമിത മാനസിക സമ്മർദ്ദം ഉണ്ടായാൽ എന്താ ചെയ്യാൻ പറ്റുക? ഇത്തരം അവസരങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അടുപ്പമുള്ള, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, നിങ്ങളെ പൂർവം നിങ്ങളെ മനസ്സിലാക്കുന്ന ആര് തന്നെ ആവട്ടെ, അത് ചിലപ്പോൾ ടീച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ് ആയിരിക്കാം, ഹൂ ഇറ്റ് മേ ബി, നൈബർ ആയിരിക്കാം. പക്ഷെ മേക്ക് ഷുവർ ചെയ്യണം നിങ്ങൾ സേഫ് ആണെന്ന്. അവരുമായിട്ട് നിങ്ങൾ സംസാരിക്കുക, ആശയവിനിമയം നടത്തുക. ഇതൊരു പരിധി വരെ നമ്മൾ ഉത്കണ്ഠയെ എപ്പോഴും നമ്മൾ വീട്ടിലെ അറ്റ്മോസ്ഫിയറിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ കൊണ്ടുവരിക. കുട്ടികൾക്കായാലും സ്പൗസസിനായാലും പുറത്ത് ഒരാളെ തേടി പോകേണ്ട അവസരം ഉണ്ടാക്കാണ്ടിരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ ട്രിവിയൽ ആയിട്ട് തോന്നിയിരിക്കും. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ആണുങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷെ അവർക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് അവരെ വല്ലാത്തൊരു ലെവലിലോട്ട് തള്ളിവിടുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ മതി. അപ്പൊ ഈ ചെറിയ കാര്യങ്ങൾ നമ്മളൊന്ന് ക്ഷമാപൂർവം അവിടെ ടേക്ക് കെയർ ചെയ്താൽ വലിയ വലിയ പ്രോബ്ലങ്ങളിൽ നിന്ന് നമ്മൾ നമ്മുടെ കുടുംബത്തിനെ രക്ഷപ്പെടുത്താൻ പറ്റും. അപ്പൊ ഒരുപക്ഷെ കൗൺസിലിംഗ് സ്കിൽസ് ഒക്കെ പഠിക്കുന്നത് വളരെയധികം അതാണ്. പ്രത്യേകിച്ച് ടീനേജേഴ്സ് ഒക്കെ ഉള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ അവരുടെ ഹോർമോൺസ് ചേഞ്ചസ് വരുമ്പോൾ അവർക്ക് പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ആദ്യം നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വെച്ചാൽ കുറച്ചും കൂടിയും ഉപകാരമാകും. അല്ലെങ്കിൽ അവർക്ക് അതിന് വേണ്ട കൗൺസിലിംഗ് സൗകര്യങ്ങൾ ഒരു കൗൺസിലറെ ഏർപ്പെടുത്തിക്കൊണ്ട് അവർക്ക് സംസാരിക്കാനുള്ള അവരുടെ ആങ്സൈറ്റീസ്, അവരുടെ സംശയങ്ങളെ ദൂരീകരിക്കാനൊക്കെയുള്ള മാർഗങ്ങൾ പാരന്റ്സ് ചെയ്തു കൊടുക്കണമെന്നാണ് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായവും അനുഭവവും. കാരണം ടീനേജേഴ്സിനെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ആ ഒരു പാരന്റിന്റെ ആദ്യത്തെ മോളായിരിക്കും. അപ്പോൾ ഇതിന്റെ മുന്നേ അവർക്ക് ടീനേജേഴ്സിനെ ഹാൻഡിൽ ചെയ്ത് ശീലം ഉണ്ടാവില്ല. പക്ഷെ ആസ് എ ടീച്ചർ നമ്മൾ 8th 9th 10th അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ലെവലിലെ കുട്ടികളെ, ഒരുപാട് കുട്ടികളെ ഹാൻഡിൽ ചെയ്ത് പരിചയമുണ്ട്. അപ്പൊ നമുക്ക് അവരുടെ സൈക്കോളജി മനസ്സിലാക്കാനും അവരുടെ ആങ്സൈറ്റീസിനെ മനസ്സിലാക്കാനും കഴിയും. അപ്പം ഒരു ടീച്ചർക്ക് കഴിയും, അല്ലെങ്കിൽ ഒരു കൗൺസിലർക്ക് കഴിയും. അപ്പൊ നിങ്ങൾ അത്തരം ആൾക്കാരുമായിട്ട് കുട്ടികൾക്ക് നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങൾ കഴിവുള്ള ആൾക്കാരെ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഓക്കെ. അപ്പൊ അതാണ് ഒരു പോയിന്റ് ആയിട്ടുള്ളത്. ആശയവിനിമയത്തിനുള്ള സ്പേസ് കൊടുക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം അത് തന്നെയാണ്. ഉത്കണ്ഠകളൊക്കെ കുറയ്ക്കാനുള്ളത് ആശയവിനിമയത്തിനുള്ള ഒരു സ്പേസ്. അതാണ് അതിന്റെ പ്രധാന മാർഗം. ഓക്കെ. ലെറ്റ് ദം ടോക്ക് ടു യു. അവരെ സൈലൻസിലോട്ട് കൊണ്ടുപോകാണ്ടിരിക്കുക, അവരെ കളിയാക്കാണ്ടിരിക്കുക. അവർ പറയുന്നത് എന്ത് ട്രിവിയൽ ആയിട്ടുള്ള കാര്യമാണെങ്കിലും അവരെ കളിയാക്കാണ്ടിരിക്കുക, സീൽ ചെയ്യാണ്ടിരിക്കുക, വളരെ വാലിഡേറ്റ് ചെയ്തുകൊണ്ട് വളരെ ക്യൂരിയസ് ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് അറിയാം ഇത് ട്രിവിയൽ ആണെങ്കിൽ പോലും. ഫേക്ക് ചെയ്യണം എന്നല്ല പറയുന്നത്, ബിക്കോസ് നമുക്ക് അത് അറിയായിരിക്കും, പക്ഷെ ആ കുട്ടിയെ സംബന്ധിച്ച് അത് അവരുടെ ജെന്യുവിൻ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ജെന്യുവിൻ ആയിട്ട് ഇരിക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ കുടുംബത്തിൽ തന്നെ ഒറ്റപ്പെടലുകളും നിരാശകളും ഒക്കെ നമുക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടില്ല. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും അത് അനുഭവപ്പെടാതിരിക്കുക. അപ്പൊ നിങ്ങളും ചെയ്യേണ്ടത് ആശയവിനിമയം നടത്തുക. അതിനിങ്ങനെ സപ്രസ് ചെയ്ത് അയ്യോ ഞാൻ അത് പറയാൻ പാടത് പറഞ്ഞാൽ എന്നെ എന്താ കരുതുക എന്നുള്ളത് ഒക്കെ മാറ്റിവെക്കുക. പറയാനുള്ളത് പറയുക. പക്ഷെ അത് ഷൗട്ട് ചെയ്തിട്ടും ബേഴ്സ്റ്റ് ചെയ്തിട്ടും ഒക്കെ പറഞ്ഞ് കോലാഹലങ്ങൾ ഉണ്ടാക്കാണ്ട് പറയാ. ഇനിയിപ്പോ പറയാൻ പറ്റാത്തവർക്ക് ലെറ്റേഴ്സ് ഉണ്ട് അല്ലെ, ലെറ്റർ റൈറ്റ് ചെയ്യുക, ഇമെയിൽ അയക്കുക, ഒക്കെ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോട് എന്തെങ്കിലും ഷൗട്ട് ചെയ്ത് പറയാനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ എഴുതിയിട്ട് വിടുക. ചിലപ്പോൾ എഴുതി കഴിയുമ്പോൾ തോന്നും അയ്യോ ഇതൊന്നും ഫ്ലഷിങ് ഔട്ട് സംഭവിച്ചിട്ടുണ്ടാവും നമ്മുടെ ഇമോഷൻസ്. അപ്പൊ അതിനെ നമുക്ക് ഒഴിവാക്കാം, അല്ലെങ്കിൽ നമുക്ക് അയക്കാം. നമ്മുടെ ഭർത്താവല്ലേ അല്ലെങ്കിൽ വൈഫല്ലേ, ലെറ്റ് ദം ഓക്കെ റീഡ് യുവർ ഫീലിങ്സ് എന്നുള്ളത്. അപ്പൊ ഇതിനെ നമ്മൾ അഡ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് അതിന്റെ ഉത്കണ്ഠ കൂടി 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 അത് മറ്റ് രോഗങ്ങളിലോട്ട് വഴിമാറുകയും ഒക്കെ വരും. അങ്ങനെയും കേസുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അഡ്രസ് ചെയ്യേണ്ടാത്ത സമയത്ത് അത് ചെയ്യാതിരിക്കുമ്പോൾ അത് കംപ്ലീറ്റ്ലി ഇമോഷണൽ ഡെത്തിലോട്ടും, അതുപോലെ തന്നെ അവർക്ക് പിന്നെ മെഡിക്കേഷൻസിന്റെ ഹെൽപ്പ് വേണ്ടി വരും. ചെറുതായിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷെ ഇഗ്നോർ ചെയ്ത്
പിന്നെ ഡോക്ടേഴ്സിന്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ പ്രശ്നമാണെന്ന് കരുതി അതിനെ പിന്നീട് അതിനെ ശരിക്കും ഒരു പ്രശ്നമാക്കി മാറ്റുന്ന സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പം ചെറിയ കാര്യങ്ങൾ അപ്പൊ തന്നെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനത്തെ ഒരു സംഭവം സംഭവിച്ചാൽ, മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് തിരിച്ചു വരാവുന്നതേ ഉള്ളൂ. ദിസ് ഇസ് നോട്ട് ദ എൻഡ് ഓഫ് ദ വേൾഡ്. ഇല്ലേ? നിങ്ങൾ പ്രോപ്പറായിട്ട് വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുടെ അടുത്തും കൗൺസിലേഴ്സിന്റെ അടുത്തും എത്തിപ്പെട്ടാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കാരണം ഇത് മെന്റൽ സ്ക്രിപ്റ്റിൽ വന്ന ഒരു പ്രോബ്ലമാണ്. ഇല്ലേ? വേറെ അസുഖാവസ്ഥയിലോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ യെസ്, അതിന് ഡോക്ടേഴ്സിന്റെ ഹെൽപ്പും മെഡിക്കേഷൻസ് ഒക്കെ വേണ്ടി വരും. അല്ലാത്ത കാര്യങ്ങളിലൊക്കെ നമുക്ക് അവരെ സ്ക്രിപ്റ്റ് മാറ്റിക്കൊണ്ട് അവർക്ക് തെറാപ്പീസ് കൊടുത്തുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നതേ ഉള്ളൂ. എന്തേലും പറഞ്ഞാൽ അവർക്ക് ഹെൽപ്പ് കൊടുക്കുക, അത് ഇഗ്നോർ ചെയ്യരുത്. അവഗണനയാണ് എന്നത്തെയും പ്രശ്നം. എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അവഗണനയിലൂടെയാണ്, അവരെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ വരുമ്പോഴാണ്. മെന്റൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് അനുഭവിക്കുന്നവരോടാണ് ഇതൊക്കെ പറഞ്ഞത്. നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് ബൈ ചെയ്യുക, നിങ്ങൾക്ക് മീ ടൈം എടുക്കുക, ഉത്കണ്ഠയെ ഒരു ലെവലിന്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകേണ്ടേ ഇരിക്കുക, അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരെ കൂടെ ഉള്ളവരോട് പറയാനുള്ളത് എന്താണെന്നറിയോ? നിങ്ങൾ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. കൂടെ നിൽക്കുക അവരുടെ, അത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. കൂടെ നിൽക്കുക. കാരണം ആദ്യം മനസ്സിൽ കയറി ബ്രെയിനിൽ കയറി ഒന്നും വൈപ്പ് ഔട്ട് ചെയ്യാനുള്ള ശക്തി ആർക്കും തന്നിട്ടില്ല, അല്ലെ? നമുക്ക് ആസ് എ കോമൺ പീപ്പിൾ. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ ഒരു ഫ്രണ്ട് ആണെങ്കിൽ അവരുടെ കൂടെ നിൽക്കുക, അവരെ മുദ്ര കുത്താണ്ട് ഇരിക്കുക. അപ്പൊ അവരവരുടെ ഒരു വിഷമം പറഞ്ഞു തരും. ചിലപ്പോൾ നിങ്ങൾക്കത് സില്ലി ആയിരിക്കും. എനിക്ക് എന്റെ ഫ്രണ്ടിനെ അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഏറ്റവും നമ്മൾ സഹായകരമായിട്ട് മാറേണ്ട ഒരു മേഖലയാണ് മെന്റൽ ഹെൽത്തിന്റെ. ഇത് അവരുടെ വിഷമങ്ങളിൽ പങ്കുചേരാനും അവരുടെ വികാരങ്ങൾ വെളിപ്പെടുത്താനും ഒക്കെ കഴിയുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ ആ ഒരു സ്പേസ് കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആൻസർ കൊടുക്കുക. ഓക്കെ, എന്തെങ്കിലും അവരെ കേട്ടിട്ട് പിന്നെ എന്തെങ്കിലും മറുപടി പറയാം, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ, പിന്നെ മറുപടി. അപ്പൊ അവർക്ക് ഒരു ഗിൽറ്റി ഫീലിംഗിലോട്ട് അവർ പോകും ഓട്ടോമാറ്റിക് ആയിട്ട്. അപ്പൊ അതിനൊരു വഴി ഒരുക്കരുത് നിങ്ങൾ. ചിലപ്പോൾ അതുകൊടുക്കനെ അത് അങ്ങ് കട്ടായി പോകും. അവര് പിന്നെ മെന്റൽ ബ്ലോക്ക് കൊണ്ടുവരും, ഈ വ്യക്തി എനിക്ക് പറ്റില്ല എന്നുള്ളത്. അത് അതിജീവിക്കുന്നത് വളരെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും നിങ്ങളോട് വിഷമം പറഞ്ഞ എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞ് അവരെ ഒന്ന് കൺസോൾ ചെയ്യുക, കുറച്ച് സമയം അതിനെടുക്കുക. നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കാനും അതുപോലെ തന്നെ വിഷമങ്ങൾ നിങ്ങൾക്ക് തുറന്ന് പറയാനും പറ്റും എന്നുള്ളത് സഹമനുഷ്യരോട് നമ്മൾ ഉള്ള ആളുകളുമായിട്ട് അവരെ കൂടിക്കലർത്താനും അതുപോലെ തന്നെ മറ്റുള്ള രോഗങ്ങളെ അപേക്ഷിച്ച് നമുക്ക് കരകയറാൻ മൂന്നിരട്ടി സാധ്യതകൾ ഉണ്ട് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും, മറ്റുള്ള ഫിസിക്കൽ എയിൽമെന്റ്സിന്റെ പോലെയല്ല, മനസ്സിന് ഇതുപോലെ പെട്ടെന്ന് ഇങ്ങോട്ടും മാറാൻ പറ്റും, അങ്ങോട്ട് മാറിയ അതേ ഇത് തന്നെ ഇങ്ങോട്ടും മാറാൻ പറ്റും, കറക്റ്റ് ഗൈഡൻസും ഹെൽപ്പും കൊടുത്താൽ. അപ്പം ഇതൊക്കെ ഒന്നും ശാശ്വതമല്ല, ദിസ് ഇസ് നോട്ട് ദ എൻഡ് ഓഫ് ദ വേൾഡ് എന്നും. അതുപോലെ തന്നെ നമ്മളൊരു കുട്ടി പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഈ കുട്ടിക്ക് ഇത് മാത്രമേ ഉള്ളൂ, നിങ്ങൾ അങ്ങനത്തെ ഒന്നും സ്റ്റിഗ്മ അവരുടെ അതിൽ കൊടുക്കാണ്ടിരിക്കുക. അവർക്ക് ചിലപ്പം അവരുടെ വഴികൾ ചിലപ്പോൾ മാറുമായിരിക്കും. ഒരു പേപ്പർ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ടേണിംഗ് പോയിന്റ് ആയിരിക്കും വേറൊരു കാരിയറിലോട്ട് പോകാനുള്ളത്. അപ്പൊ അതൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അവർക്ക് ആ ഡിഫറെന്റ് ഓപ്ഷൻസ് കൊടുക്കുക. ഇതില്ലെങ്കിൽ വേറെ ഒന്നുണ്ട്, ഇഫ് യു കാൺ, ഇത് പറ്റൂലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളൊരു ഓപ്ഷൻസ് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇത് മാത്രമല്ല, ഇതില്ലെങ്കിൽ നീ ഇല്ല എന്നുള്ള ഒരു മെസ്സേജ്, അല്ലെങ്കിൽ ഇതില്ലെങ്കിൽ എന്റെ റെപ്യൂട്ടേഷൻ പോയി, നീ അത് പഠിച്ചാൽ അത് പുറത്തിറങ്ങിയിട്ടില്ലെങ്കിൽ എന്റെ റെപ്യൂട്ടേഷൻ പോയി, അത്രയും ഞാൻ നാണം കെടും എന്നുള്ള മെയിൻ സ്ക്രിപ്റ്റ് ഒന്നും നിങ്ങൾ കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിക്കാണ്ടിരിക്കുക. അതുപോലെ തന്നെ എന്താ പറയാ, എന്തൊക്കെ നമ്മൾക്ക് ഉത്കണ്ഠയും ആങ്സൈറ്റിയും സ്ട്രെസ്സും കുറയ്ക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഇന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ കാര്യം കൗൺസിലിംഗ് ഓൺലൈനിലായിട്ട് അവൈലബിൾ ആണ് എന്നുള്ളത് തന്നെയാണ്. ആർക്കും ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല. ട്രാവൽ ചെയ്ത് നേരിട്ട് ഫേസ് ടു ഫേസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, അത് ഏറ്റവും നല്ലത്. പക്ഷെ ഇൻ കേസ് അതിന് പോലും പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, ചിലപ്പോൾ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യാത്തവരുണ്ട്, കാശുണ്ട് പക്ഷെ എന്നെ കൊണ്ടുപോവില്ല എന്നുള്ളവരുണ്ട്. അങ്ങനത്തെ സ്ത്രീകൾക്കായാലും ആർക്കായാലും നിങ്ങൾക്ക് അവരുടെ സപ്പോർട്ട് വേണ്ട, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാശ് ചെലവഴിക്കുക, നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുക്കുക, ബുക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രീ ടൈമിൽ സൂമിലോ അതായത് ആപ്പിലോ ഗൂഗിൾ മീറ്റിലൊക്കെ നിങ്ങൾ കൗൺസിലറുമായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ നിങ്ങൾ തന്നെ തേടുക. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ അവരുടെ അറിവോട് കൂടി തന്നെ അത്തരം കാര്യങ്ങളിലോട്ട് വരിക, വലിയ വലിയ തീരുമാനങ്ങളിലോട്ട് പോകുന്നതിനോട് മുന്നോടിയായിട്ട്. കാരണം അത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലോകത്തേക്ക്, ഇത്രയും ടെക്നോളജിക്കലി അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു ലോകത്ത് നമുക്കൊരു സഹായം കിട്ടിയില്ല എന്ന് പറയുന്നത് തന്നെ വലിയൊരു തെറ്റാണ്. സഹായത്തിന് മാർഗങ്ങളുണ്ട്, ആ മാർഗങ്ങൾ തേടുക എന്നുള്ളതാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. ഓക്കെ,
അപ്പൊ നിങ്ങൾ നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരെ സഹായിക്കാൻ ഇൻ കേസ് വില്ലിങ് അല്ലെങ്കിൽ പോലും. മറ്റുള്ളവരെ മാനസിക രോഗികൾ എന്ന് പറഞ്ഞ മുദ്ര കുത്താണ്ടിരിക്കുക. അത് മേ ബി ദേ ആർ ഗോയിങ് ടു ഡിപ്രസീവ് മോഡിൽ, ഒരു ഡിപ്രഷൻ എപ്പിസോഡിലോട്ട് അവർ കടന്നുകൊണ്ടിരിക്കുകയായിരിക്കാം. അത് നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്ക് അത് ലീസിനെസ് ആയിട്ടായിരിക്കും, അലസതയായിട്ടായിരിക്കും തോന്നുന്നത്. അപ്പൊ ഇത്തരം മാറ്റങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിൽ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ അവരോട് ഇരുന്ന് സംസാരിക്കുക, അവരുടെ കൂടെ നിന്ന് കൊടുക്കുക, പിന്നെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് അവരെ കൊണ്ട് സംസാരിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന് വേണ്ടിയിട്ട് പറയാനുള്ളത്. അപ്പം അവരെ കരകയറാൻ സഹായിക്കുക, മനസ്സിലായില്ലേ? അമിതമായിട്ടുള്ള ഭയം അങ്ങോട്ട് കൊടുക്കാണ്ട് ദിസ് ഇസ് ഓക്കെ, ദിസ് ഇസ് വെരി നോർമൽ ആണ് ഇതൊക്കെ, നമ്മളൊക്കെ ഹ്യൂമൻ ബീങ്സ് ആണ്, ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കും, ഇറ്റ്സ് വെരി നോർമൽ. അവരോട് സംസാരിക്കുക, യുവർ ഇമോഷൻസ് ആർ റിയലി വാലിഡ് എന്നൊക്കെ പറഞ്ഞ് ശരിയാണ് നീ പറയുന്നത്, ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ പ്രോബ്ലം തോന്നി എന്നുള്ളതൊക്കെ തോന്നും, പക്ഷെ അവരോട് ജെന്യുവൻ ആയിട്ട് പറയും യെസ് യുവർ ഇമോഷൻസ് ആർ വാലിഡ്, ആ നീ പറയുന്നതിൽ ഒരു കാര്യമുണ്ട്, ശരിയാണ് എന്നൊരു വാക്ക് മതി. ചിലപ്പോൾ അതിൽ നിന്ന് തന്നെ അവർ എനർജി നേടുമായിരിക്കും, ടോക്ക് തെറാപ്പി. പക്ഷെ അതിന്റെയും വലിയ കേസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണ്ട എക്സ്പേർട്ടിൽ നിന്ന് സഹായം നേടുക, റെഫർ ചെയ്യുക ഒക്കെ ചെയ്യാം. അങ്ങനെ നമ്മൾ ദൈനംദിന വെല്ലുവിളികളെ നേരിടാൻ നമ്മുടെ ആത്മീയപരമായിട്ടുള്ളത് മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പെടുന്നുണ്ട്, ഒക്കെ സോഷ്യൽ ഫാക്ടേഴ്സിലുണ്ട്. ചിലവരുടെ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ചെറുപ്പത്തിലൊക്കെ, അല്ലെ? അവരുടെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ചെറുപ്പത്തിലേ പ്രോബ്ലംസ് വന്നിട്ടുണ്ടാവും, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ടാവും. അതിനെയും നമുക്ക് ഏറെക്കുറെയൊക്കെ പരിഹരിക്കാം, ഇല്ലെങ്കിൽ അവരെ കൂടെ നിന്ന് അതിനെ ഹെൽപ്പ് ചെയ്യുക. അവരുടെ മേഖലകൾ ഏതൊക്കെയാന്ന് വേർതിരിച്ച് അവർക്ക് മികവുള്ള മേഖലയിലോട്ട് അവരെ എത്തിക്കാൻ നോക്കുക, റാദർ ദാൻ സീലിംഗ് ദം ആസ് യൂസ്ലെസ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ചെയ്ത് നമ്മൾ നമ്മുടെ എന്താ പറയാ ലൈഫിനെ നല്ല രീതിയിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഏറ്റവും വേണ്ടത് ഇതിലൊക്കെ വേണ്ടത് എന്താ വെച്ചാൽ ഒരു സെൽഫ് ഡിസിപ്ലിൻ ലൈഫാണ്. അതായത് നമ്മള് നല്ലൊരു ലൈഫിൽ നല്ല ഉറക്കം, നല്ല എന്താ പറയാ നല്ലൊരു ഹാബിറ്റ് ഒക്കെ ഉള്ള, നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. അത് വായനയാവാം, എഴുത്താവാം, എന്തുമാവാം, നമ്മുടെ താല്പര്യം, ഗാർഡനിങ്, കുക്കിംഗ്, വാട്ട് എവർ ഇറ്റ് മേ ബി. അതുപോലെ തന്നെ നമ്മൾ ഉറക്കം വലിയൊരു ഫാക്ടറാണ്. ഗ്രാജ്വലി നമ്മൾ ഒരുപാട് കാലം ഉറക്കം നഷ്ടപ്പെട്ടവരാണെങ്കിൽ നമുക്ക് എന്തായാലും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. മെജോറിറ്റി ആൾക്കാർക്കും അതാണ് പ്രശ്നം. പിന്നെ സ്ക്രീൻ ടൈം ഒരു വലിയൊരു പ്രോബ്ലം ആണ്. എന്നിരുന്നാലും സ്ക്രീൻ ഓഫ് ടൈം നമ്മൾ വെക്കുക, നമ്മൾ പ്രകൃതിയുമായിട്ട് മിങ്കിൾ ചെയ്യാൻ ശ്രമിക്കുക, വാക്കിന് പോവുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, ബ്രീത്തിങ് ടെക്നിക്സ് നമ്മൾ അപ്ലൈ ചെയ്യുക. ഇതൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾക്ക് നമ്മളെ തന്നെ ഇത്തരം അസുഖങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇത്തരം മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിനൊക്കെ നമ്മളെ തന്നെ ഏറെക്കുറെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ആസ് എ ഹ്യൂമൻ ബീങ് നമ്മൾ എന്തായാലും അതിലൂടെ പോവുക തന്നെ ചെയ്യും. പക്ഷെ എന്നിരുന്നാലും അതിന്റെ ഒരു വലിയൊരു മൂർധന്യാവസ്ഥയിലോട്ട് എത്താതെ നമുക്ക് നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയെ നമുക്ക് അതിന് രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വാസം. അപ്പം ഇൻ നട്ട്ഷൽ നമുക്ക് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് മനസ്സിന്റെ ആരോഗ്യം. ശരീരത്തിന്റെ ആരോഗ്യ പ്രശ്നം മറ്റുള്ളവർക്ക് വിസിബിൾ ആണ്. ഇപ്പൊ കൈ പൊട്ടിയിട്ടുണ്ടെങ്കിൽ കൈ പൊട്ടിയ ആളെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടാവും, കാലിന് ഫ്രാക്ചർ ഉള്ളവരെ കൂടെ ആൾക്കാരുണ്ടാവും, നഴ്സസ് ഉണ്ടാവും, വീട്ടിലെ ആൾക്കാരുണ്ട്, അവർക്ക് കഞ്ഞി കൊടുക്കാൻ, അവരെ കുളിപ്പിക്കാൻ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ, ഓക്കെ ആണോ എന്ന് ചോദിക്കാൻ ഒരുപാടുണ്ടാവും. പക്ഷെ ആരോഗ്യമുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരെ കൂടെ അവർ വിസിബിളി എല്ലാം ഓക്കെ ആയിരിക്കും, അവരുടെ കൈയും കാലും ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കും, പക്ഷെ മറ്റുള്ളവർക്ക് അത് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു എന്താ പറയാ അവിടെ ഒരു ചാലഞ്ച് ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ ആശയവിനിമയം നടത്തുക എന്നുള്ളത് മാത്രമാണ്. എനി മെത്തേഡ് ഉപയോഗിച്ച് എഴുതിയിട്ടോ പറഞ്ഞിട്ടോ ഇമോഷൻസിലൂടെയോ എങ്ങനെയെങ്കിലും നമ്മൾ ആ ഒരു ഹെൽപ്പ് സിഗ്നൽ ചോദിക്കുക, മനസ്സിലായി. കാരണം മറ്റുള്ളവരെയും പറയാൻ പറ്റില്ല, കാരണം ഇത് വിസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ. അപ്പം അതിനുള്ള ഒരു ബുദ്ധി, ആ ഹെൽപ്പ് ചോദിക്കുന്നതിൽ ക്ഷേമില്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഏറെക്കുറെ നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് സൊല്യൂഷൻസ് കിട്ടും. അപ്പൊ നല്ലൊരു മാനസികാരോഗ്യം നിങ്ങൾക്കും എനിക്കും അങ്ങനെയുള്ള എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ തൽക്കാലം നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്.